Friends, welcome to Commerce Bytes. I hope you people are all doing well. ഇന്ന് ഓഗസ്റ്റ് 1 ആണ് 2021. ഇനി നമ്മുടെ എക്സാമിന് കൗണ്ട് ഡൗൺ ഡേയ്സ് നമുക്ക് കൗണ്ട് ചെയ്ത് പോവാം അല്ലേ. ഇനി നമുക്ക് മുന്നോട്ടുള്ളത് വെറും 13 ഡേയ്സ് ആണ്. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദ ഹോൾ ടിക്കറ്റ്. വെനെവർ ഇറ്റ് വിൽ കം, ലെറ്റ് ഇറ്റ് കം. ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ 1 വീക്ക് മുന്നായിരിക്കും നമുക്ക് ഹോൾ ടിക്കറ്റ് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, അത് വിട്ടേക്കൂ. നിങ്ങൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓഗസ്റ്റ് 14, 2021 നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എക്സാമിനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ എടുക്കാം. ഹോൾ ടിക്കറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈവൻ ദോ നമുക്ക് ഇപ്പോൾ അതിനൊന്ന് മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ നമ്മളുടെ എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ന്യൂ ആയിട്ട് വന്നിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിനോട് എനിക്ക് ഒരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് 1, 2, 3 ടൈംസ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പ്ലേലിസ്റ്റ് ഉണ്ടാവും. പ്ലേലിസ്റ്റ് നമുക്ക് 13 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അറൗണ്ട് നമ്മൾ ആ ഒരു ക്യാപ്ഷനിൽ പറയുന്ന പോലെ തന്നെ 200 അബവ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻറ്റ് വീഡിയോസ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ വീഡിയോസ് പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട് ഫോർ യുവർ ഈസി ആക്സസ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു സെറ്റ് ഓഫ് സീരീസ്, അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പ്ലേലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് വരുന്ന ഓരോ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് മിക്സപ്പ് ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷനാവും. പക്ഷേ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി സിസ്റ്റമാറ്റിക് വൈൽ യു ആർ സ്റ്റഡി. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ടാവും ചിലപ്പോൾ ഈ കേരള സെറ്റിനും അതുപോലെ തന്നെ NTA നെറ്റിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. സോ അവർക്കെല്ലാം നമ്മളുടെ വീഡിയോസ് ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു ഉപകാരവും അതുപോലെ തന്നെ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആവും. കാരണം ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തപ്പോഴാണ് അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതുപോലൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് അവർ അറിഞ്ഞത്. അവർക്കത് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് അവർ പറയുമ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും അല്ലേ. ഇനി നമുക്ക് സമയം കളയണ്ട, നമുക്ക് വേഗം തന്നെ നമ്മളുടെ ഇന്നത്തെ സെഷനായ 2016 ജൂണിൻ്റെ പാർട്ട് 7 സീരീസ് നമുക്ക് നോക്കാം. Today also we are going to have 6 questions with you. Okay, so moving to that question. Question number 1. Value education is woven into totality of education program in. വാല്യൂ എഡ്യൂക്കേഷൻ്റെ ടോപ്പിക്കാണ്. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വാല്യൂ എഡ്യൂക്കേഷൻ്റെ ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കാണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. Option A, pedagogy of values. Option B, whole school approach. Option C, meditation. And option D, internal yoga. ഇവിടെ നിങ്ങൾ തന്നെ പറയൂ, what will be the answer? വാല്യൂ എഡ്യൂക്കേഷനെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഐ നോ മൈ ഡിയർ സ്റ്റുഡൻസ് വിൽ നോ ദ കറക്റ്റ് ആൻസർ. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഹോൾ സ്കൂൾ അപ്രോച്ച്. ഹോൾ സ്കൂൾ അപ്രോച്ചിലാണ് വാല്യൂ എഡ്യൂക്കേഷൻ വൂവൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഹെഡ് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് ആ പോയിൻറ്റ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇനി നമ്മളുടെ കമ്മിങ് എക്സാമിന് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന പോയിൻറ്റ്സ് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ള വാല്യൂ എഡ്യൂക്കേഷൻ്റെ പോയിൻറ്റ്സ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലേ, അത് ഞാൻ സിംഗിൾ ലൈനേഴ്സിലായിട്ടുള്ള പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് വാല്യൂസ്. വാല്യൂസ് എപ്പോഴും എങ്ങനെ വേണം പഠിപ്പിക്കാൻ? പ്രാക്ടീസിങ് ആണ് ഏറ്റവും നല്ലത്. നമ്മൾ ആസ് എ ടീച്ചർ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിലും ഭേദമായിട്ട് ഏറ്റവും ബെറ്റർ കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്ത് അവർക്ക് അവിടെയുള്ള കുറച്ച് അപ്പാപ്പന്മാരെയും അമ്മമ്മമാർക്കും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അവർക്ക് കുറച്ച് സഹായങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ആ ഒരു പ്രാക്ടീസിങ് ലെവലിലേക്കാവും. എന്തൊക്കെയാണ് വാല്യൂസ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണ്ടേ എന്നൊരു വാല്യൂ അവർക്ക് അവിടെ കിട്ടുകയാണ്. അണ്ടർസ്റ്റുഡ്? സോ ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് വാല്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ അപ്പോൾ തന്നെ എഴുതിക്കോ, പ്രാക്ടീസിങ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ് വാല്യൂസിനെ പറ്റിയിട്ടുള്ള 3 പോയിൻറ്റ്സ് ആണ്. വാല്യൂസ് എപ്പോഴും ഡൈനാമിക് ആയിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വാല്യൂസ് ക്യാൻ ബി ഇൻകൾക്കേറ്റഡ് ഇൻ ദ സെൻസ്
പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾക്ക് ആസ് എ ടീച്ചർ കുട്ടികൾക്ക് വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഗ്രാൻഡ് പാരൻസിന് നമ്മൾ കുറച്ച് സഹായങ്ങൾ, കുറച്ച് ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് അത് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ കുട്ടികളുടെ മനസ്സിലത് നിൽക്കും. സോ അതുകൊണ്ട് തന്നെയാണ് വാല്യൂസ് ക്യാൻ ബി ഇൻകൾക്കേറ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് വാല്യൂസ് ആർ ടു ബി പ്രൊഫസ്ഡ്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് വാല്യൂ സിസ്റ്റം എൻഷുവേഴ്സ് സോഷ്യൽ സസ്റ്റെയിൻ. ഒരു സോഷ്യൽ സസ്റ്റെയിൻ നമ്മൾക്ക് വാല്യൂ സിസ്റ്റമിൽ നിന്ന് എൻഷുർ ചെയ്യാൻ പറ്റും. സോഷ്യൽ സസ്റ്റെയിൻ ഇൻ ദ സെൻസ് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ, എല്ലാവരുമായിട്ട് ഒരു നല്ല ഒരു രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നതാണ് വാല്യൂ സിസ്റ്റം എൻഷുവേഴ്സ് സോഷ്യൽ സസ്റ്റെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് ക്രൈസിസ് ഓഫ് വാല്യൂ വെൻ കോൺട്രഡിക്ഷൻ ഓഫ് വാല്യൂസ്. വാല്യൂസ് തമ്മിലുള്ള എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ വരുമ്പോഴാണ് വാല്യൂസിൽ ക്രൈസിസ് വരുന്നത്. എന്താണ് ക്രൈസിസ് ഓഫ് വാല്യൂസ് ഇസ് വെൻ കോൺട്രഡിക്ഷൻ ഓഫ് വാല്യൂസ് ഒക്കർ. സോ ഇപ്പോൾ നമ്മൾ എത്ര പോയിന്റ് ഡിസ്കസ് ചെയ്തു? ഒരു പോയിന്റ് ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്നുള്ളത്, അത് പ്രാക്ടീസിങ്. പിന്നെ വാല്യൂസിൻ്റെ കുറച്ച് പോയിന്റ്സ്, വാല്യൂസ് ആർ ഡൈനാമിക്, വാല്യൂസ് ക്യാൻ ബി ഇൻകൾക്കേറ്റഡ്, വാല്യൂസ് ആർ ടു ബി പ്രൊഫസ്ഡ്, വാല്യൂ സിസ്റ്റം എൻഷുവേഴ്സ് സോഷ്യൽ സസ്റ്റെയിൻ, പിന്നെ പറഞ്ഞു ക്രൈസിസ് ഓഫ് വാല്യൂസ് വെൻ കോൺട്രഡിക്ഷൻ ഓഫ് വാല്യൂസ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഓരോ പോയിന്റും, ഞാൻ പറയുന്ന ഓരോ പോയിന്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചെല്ലാം കൂടെ ആ വാല്യൂസിൻ്റെ ടോപ്പിക്കിൻ്റെ താഴെ തന്നെ ഇത് നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് റിവിഷൻ നടത്തുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഹാപ്പി. ഭയങ്കര സന്തോഷം തോന്നും. ഓക്കെ, വാല്യൂസിൻ്റെ ഇത്ര പോയിന്റ്സ് എനിക്കറിയാം എന്നുള്ളത്, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആണെന്നുള്ളത് മറ്റൊരു പ്ലസ് പോയിന്റ്. ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് നോക്കാം. വാല്യൂ സിസ്റ്റം ഓഫ് അഡോളിസൻ ആർ പാരൻസ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, വാല്യൂ സിസ്റ്റം എപ്പോഴും ഒരു കുട്ടിക്ക് കിട്ടുന്നത് അവൻ്റെ പാരൻസിൽ നിന്നാണ്. പാരൻസ് എങ്ങനെയാണോ പെരുമാറുന്നത് അത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു നല്ല ഗുണമുണ്ട് എങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ പാരൻസിൻ്റെ അടുത്തു നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഉണ്ടാവുന്ന ഓരോ നല്ല ഗുണവും പൊസസ് ചെയ്യുന്നത് പാരൻസിൽ നിന്നാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാല്യൂ സിസ്റ്റം ഓഫ് അഡോളിസെൻ്റ് എന്ന് പറയുന്നത് ഫ്രം പാരൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വാല്യൂ സ്പേസ്ഡ് മെസ്സേജസ് ത്രൂ സ്റ്റോറീസ് എന്നാണ്. വാല്യൂ ബേസ് ചെയ്ത സ്റ്റോറീസ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കില്ലേ, ആ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, വാല്യൂ ബേസ്ഡ് മെസ്സേജസ് ത്രൂ സ്റ്റോറീസ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അതായത് വാല്യൂ ഇസ് വൂവൻ ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ഹോൾ സ്കൂൾ അപ്രോച്ച്. വാല്യൂവിനെ ബേസ് ചെയ്തുള്ള ഒരു ഹോൾ സ്കൂൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ഹോൾ സ്കൂൾ അപ്രോച്ചാണ്. അപ്പോൾ വാല്യൂവിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു, അവിടെ ഓപ്ഷൻസിൽ ഹോൾ സ്കൂൾ അപ്രോച്ച് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ലോക്ക് ദാറ്റ് പെർട്ടിക്കുലർ ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ, ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നല്ല ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ബ്രോഡായിട്ട് തന്നെ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, നമ്മളുടെ ലെക്ചർ നോട്ടിൽ ഈ മെൻഷൻ ചെയ്ത പോയിന്റ്സ് നിങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഇനി ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു ഫെമിലാരിറ്റി തോന്നും. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാവുന്ന പോയിന്റ്സ് ആണ് എന്നുള്ളൊരു ഫെമിലിയാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഓക്കെ, so now let's move to the next question. Which one is differential method in educational research? എഡ്യൂക്കേഷൻ റിസർച്ചിൽ ഒരു ഡിഫറൻഷ്യൽ ആയിട്ടുള്ള മെത്തേഡ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എഡ്യൂക്കേഷണൽ റിസർച്ചിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ പെടാത്ത ഒരു മെത്തേഡ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ ഫീൽഡ് സർവേ, ഓപ്ഷൻ ബി ഒബ്സർവേഷൻ, ഓപ്ഷൻ സി എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി ക്ലിനിക്കൽ മെത്തേഡ്. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓപ്ഷൻ എ ഫീൽഡ് സർവേ വിൽ ബി ദ കറക്റ്റ് ആൻസർ. പക്ഷേ കുട്ടികൾക്ക് ഒരുമാതിരി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്നുള്ളത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷേ എഡ്യൂക്കേഷണൽ റിസർച്ചിൽ അത് വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു കൺഫ്യൂഷൻ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഫീൽഡ് സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് എവിടെ നിന്നാണോ വേണ്ടത് അവിടെ പോയി നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതാണ് ഫീൽഡ് സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻ, ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുള്ള എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ള ക്ലിനിക്കൽ മെത്തേഡ്, ഇത് മൂന്നും എഡ്യൂക്കേഷണൽ റിസർച്ചായിട്ട് ക്ലോസ്ലി കണക്ട് ചെയ്ത്
3 മെത്തേഡ്സാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ക്ലിനിക്കൽ മെത്തേഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കളക്ട് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓൺ ദ ബിഹേവിയർ പ്രോബ്ലംസ് ഓഫ് മാൽ അഡ്ജസ്റ്റഡ് ആൻഡ് ഡീവിയൻ കേസസ്. കുട്ടികൾക്ക് ഉണ്ടാവുന്ന കുറച്ചധികം പ്രോബ്ലംസ് നമ്മൾ ക്ലിനിക്കലി സ്റ്റഡി ചെയ്യുന്നതാണ് ക്ലിനിക്കൽ മെത്തേഡ് കൊണ്ട്. അവരുടെ ബിഹേവിയർ, ഇമോഷണൽ ഡിസ്റ്റർബൻസസ്, അവരുടെ ഏരിയ ഓഫ് ലേണിംഗ്, അതിൻ്റെ ലാക്കിംഗ്, ബാക്ക്വേർഡ്നെസ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഈ ക്ലിനിക്കൽ മെത്തേഡിലൂടെയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മറ്റൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷനാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ സ്റ്റുഡൻസിന് അറിയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ആയിട്ടൊരു കണക്ഷനെ ആണ് ഞാനിപ്പോഴും എക്സ്പെരിമെൻ്റൽ റിസർച്ചിന് പറയാറുള്ളത്, അല്ലേ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എപ്പോഴും കണക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. പക്ഷേ അതെങ്ങനെയാണ് എഡ്യൂക്കേഷണൽ റിസർച്ചിന് വെച്ച് കണക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. Experimental research is the only method of research that can be truly test hypothesis concerning cause and effect relationship. ഏറ്റവും പ്യുവറായിട്ട് നമുക്ക് ട്രൂലി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. It represents the most valid approach to the solution of educational problem, both practical and theoretical, and to the advancement of education. ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എഡ്യൂക്കേഷണൽ റിസർച്ച് വെച്ച് കണക്ട് ചെയ്യുന്നതെന്ന്. ഇവിടെ പറയുന്നത് എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാലിഡ് അപ്രോച്ചാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾക്ക് കിട്ടുന്ന സൊല്യൂഷൻ, നമുക്ക് പ്രാക്ടിക്കലായാലും തിയറിറ്റിക്കലായിട്ടുള്ള എന്ത് എഡ്യൂക്കേഷൻ പ്രോബ്ലത്തിന് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ നമുക്ക് കറക്റ്റായിട്ടും ട്രൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ നിന്നാണ്. ഐ ഹോപ്പ് യു പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ പോയിൻറ്റ്സ്, റൈറ്റ്? അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ട് ഒബ്സർവേഷൻ. കുട്ടികളെ ടീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഒബ്സർവേഷൻ മെത്തേഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഐ ഹോപ്പ് ഈ 4 പോയിൻറ്റ്സും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, Moving to the next question. An effective teacher is. Options are: option A, a teacher with enthusiasm; option B, find fault in students; option C, emphasize in class control; and option D, just focus on completing the syllabus. ഒരു എഫക്റ്റീവ് ടീച്ചർ, ഇതൊരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഞാനിത് തന്നെ പല പ്രാവശ്യമായി ഒരു 100-150 പ്രാവശ്യം ഞാൻ ഇത് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആസ് എ റിയൽ ടീച്ചർ എങ്ങനെയായിരിക്കും ഈ 4 ഓപ്ഷനിൽ നിങ്ങളെങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഗോൾഡൻ ടിപ്പാണ്, എപ്പോഴും പോസിറ്റീവ് സൈഡിൽ നിന്ന് വേണം നമ്മൾ ചിന്തിച്ച് നോക്കാൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്ഷൻ ലോക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ എന്ന്. ടീച്ചർ വിത്ത് എൻതൂസിയാസം വിൽ ബി ദ കറക്റ്റ് ആൻസർ. ബിക്കോസ് ബാലൻസ് ഓപ്ഷൻസ് ഒന്ന് നോക്കൂ. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഫോൾട്ട് ഇൻ സ്റ്റുഡൻസ്. നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഫോൾട്ട്സ്, അതാണ് ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത്. അതൊരു എഫക്റ്റീവ് ടീച്ചറിൻ്റെ ഗുണമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ സിയിൽ പറയുന്നു എംഫസൈസ് ഓൺ ക്ലാസ് കൺട്രോൾ. ക്ലാസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷേ ഒരു എഫക്റ്റീവ് ടീച്ചറിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് എപ്പോഴും ഒരു ടീച്ചർ വിത്ത് എൻതൂസിയാസം, ആ കുട്ടികൾക്ക്, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു എനർജി, ഒരു പോസിറ്റീവ് വൈബ് ആസ് എ ടീച്ചർ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ്. ഓക്കെ, സോ എൻ്റെ ഫ്യൂച്ചർ ടീച്ചേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ 50 അല്ലെങ്കിൽ 80 സ്റ്റുഡൻസിന് നിങ്ങളുടെ ആ ഒരു ക്ലാസ് എടുക്കലിൽ തന്നെ മനസ്സിലാവണം ടീച്ചിങ് പ്രൊഫഷനാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് എങ്ങനെ ഒരു ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ജസ്റ്റ് ഫോക്കസ് ഓൺ കംപ്ലീറ്റിംഗ് ദ സിലബസ്. ചില ടീച്ചേഴ്സ് ഉണ്ട്, അവർ സിലബസ് എങ്ങനെ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് നടക്കുന്നവർ. ഡു നോട്ട് ബി ലൈക്ക് ദാറ്റ്. വാട്ട് എവർ മേ ബി ദ സബ്ജക്റ്റ്. ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് മാത്സ് ആയിരിക്കാം, ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കാം, കെമിസ്ട്രി ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷേ നിങ്ങൾ സിലബസ് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്യരുത്. അത് കുട്ടികൾക്ക് ആ ഒരു സബ്ജക്റ്റിനോട് ഒരു താല്പര്യക്കുറവ് കാണിക്കാനേ സമയമുണ്ടാവുള്ളൂ. സോ എപ്പോഴും നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ വേണം നിങ്ങളുടെ ക്ലാസ് പ്രസൻറ്റേഷൻ. ഓക്കെ,
So I hope this question is all clear to you. So question idana, if a student try to solve a problem without any external help, the teacher should. ഒരു കുട്ടിക്ക് ഒരു പ്രോബ്ലം നമ്മൾ കൊടുത്തു, ആ പ്രോബ്ലം ആ കുട്ടി ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ ആ കുട്ടി തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു. അപ്പോൾ ആസ് എ ടീച്ചർ നമ്മൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ, അപ്രിഷ്യേറ്റ് ഹിസ് ഇൻഡിവിജ്വൽ എഫേർട്ട്, ആ കുട്ടിയുടെ എഫേർട്ടിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ഓപ്ഷൻ ബി, അഡ്വൈസ് ഹിം ടു ടേക്ക് ദ ഹെൽപ്പ് ഓഫ് എലിജിബിൾ അഡൽട്ട്സ്, ആ കുട്ടിയെ നമ്മൾ ഉപദേശിക്കണം. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എലിജിബിൾ ആയിട്ടുള്ള അഡൽട്ട്സിൻ്റെ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. ആൻഡ് ഓപ്ഷൻ സി, സ്കോൾഡ് ഹിം ഫോർ ഹിസ് ഫൂളിഷ്നെസ്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിച്ച് ആ കുട്ടിയെ കുറച്ച് സ്കോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ ചീത്ത പറയണം. ആൻഡ് ഓപ്ഷൻ ഡി, പേ നോ അറ്റൻഷൻ ആൻഡ് ഇഗ്നോർ ഹിസ് ബിഹേവിയർ, ആ ഒരു പെർട്ടിക്കുലർ കുട്ടിയെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ആസ് എ ടീച്ചർ, ആസ് എ ഗുഡ് ടീച്ചർ, ആസ് എ പോസിറ്റീവ് ടീച്ചർ, നിങ്ങൾ ഏത് ഓപ്ഷനായിരിക്കും സെലക്ട് ചെയ്യുന്നത്? യെസ്, ഡെഫിനറ്റ്ലി യു വിൽ ബി സെലക്ടിങ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് അപ്രിഷ്യേറ്റ് ഹിസ് ഇൻഡിവിജ്വൽ എഫേർട്ട്. ഒരു പെർട്ടിക്കുലർ കുട്ടിക്ക് നമ്മളൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം അവൻ്റെ മുന്നിൽ കൊടുത്തിട്ട് അവനത് തന്നെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തു എന്നുള്ളത് തന്നെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവനൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് ജോബ് അല്ലേ, ഹാറ്റ്സ് ഓഫ് തന്നെയാണ്. അവൻ ആ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതിൻ്റെ സൊല്യൂഷൻ കറക്റ്റാണോ തെറ്റാണോ, ഇറ്റ് ഡസൻ മാറ്റർ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്ററേ അല്ല. കാരണം അവനൊരു കുഞ്ഞു കുട്ടിയാണ്, അവനറിയില്ല എന്തായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത്. അറ്റംപ്റ്റ് നടത്തുമ്പോൾ തന്നെ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ആൻ അപ്രിഷ്യേറ്റബിൾ തിങ് ദാറ്റ് ആസ് എ ടീച്ചർ നമ്മൾ ആ കുട്ടിയോട് ചെയ്യേണ്ടത് നമ്മൾ ബി വെരി ഗുഡ് അല്ലേ. ദാറ്റ്സ് ഇറ്റ്. So now let's move to the next question. Which of the following is more effectively facilitates learning among young learners? യങ് ആയിട്ടുള്ള ലേണേഴ്സ്, അതായത് കുറച്ച് യങ് ആയിട്ടുള്ള ലേണേഴ്സ്, ഇപ്പോൾ നിങ്ങളെ പോലെയുള്ള യങ് ലേണേഴ്സിന് ഏറ്റവും എഫക്റ്റീവ്ലി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ലേണിംഗ് മെത്തേഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ, സിംബോളിക് എക്സ്പീരിയൻസസ്, ഓപ്ഷൻ ബി, വികാരിയസ് എക്സ്പീരിയൻസസ്, ഓപ്ഷൻ സി, സിമുലേറ്റഡ് എക്സ്പീരിയൻസസ്, ആൻഡ് ഓപ്ഷൻ ഡി, ഡയറക്റ്റ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പീരിയൻസസ് ആണ് അല്ലേ. ചിലപ്പോൾ എൻ്റെ കുറച്ചധികം സ്റ്റുഡൻസിന് ഈ പറഞ്ഞ 4 എക്സ്പീരിയൻസിനെ പറ്റി വലിയ അറിവുണ്ടാവില്ല. സോ അതുകൊണ്ട് നമ്മൾക്ക് ഈ 4 എക്സ്പീരിയൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം അല്ലേ. എന്താണ് ഈ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, റൈറ്റ്? സോ സിംബോളിക് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോത്ത് വേർബൽ ആൻഡ് വിഷ്വൽ സിമ്പിൾസ്. നമ്മൾ വെർബലായിട്ട് പറയുന്ന സിമ്പിൾസും, ഇപ്പോൾ നമ്മൾ തംസ് അപ്പ് കാണിച്ചാൽ നമുക്കറിയാം ഗുഡ് ലക്ക് അല്ലെങ്കിൽ വെൽ ഡൺ എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തംസ് ഡൗൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു അട്ടർ ഫ്ലോപ്പാണ് അല്ലെങ്കിൽ മോശമായിപ്പോയി, യു ആർ റിജക്റ്റഡ് എന്നുള്ള ഒരു രീതിയാണ് തംസ് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ സിംബോളിക് ലേണിംഗ് അല്ലെങ്കിൽ സിംബോളിക് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംബോളിക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് സിംബോളിക് എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വൺ ഇസ് വികാരിയസ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽ ഒബ്സർവിങ് അനദർ ഇൻഡിവിജ്വൽ ടീച്ച്. There are 2 important components of effective science teaching and learning within the context of pre-service teacher training program, and nothing is empirically known about their interaction. സോ വികാരിയസ് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡെലിവേഴ്സ് എ ഫീലിംഗ് ഓർ എക്സ്പീരിയൻസസ് ഫ്രം സംവൺ എൽസ്. അതായത് ഇപ്പോൾ നമ്മളുടെ കുട്ടി ഒരു ബിഗ് സ്റ്റാറായി മാറിയെന്ന് വിചാരിക്കൂ. അപ്പോൾ യു മൈറ്റ് ഹാവ് ആസ് എ പാരൻറ്റ് യു മൈറ്റ് ഹാവ് എ വികാരിയസ് എക്സ്പീരിയൻസസ് ഓഫ് സെലിബ്രിറ്റി. അതായത് നമ്മളുടെ മോള് അല്ലെങ്കിൽ നമ്മളുടെ മോൻ ഒരു ബിഗ് സ്റ്റാറായി എന്ന് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്കും ഓട്ടോമാറ്റിക്കലി ഒരു കുഞ്ഞിതായിട്ടെങ്കിലും ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഞാനും ഒരു സെലിബ്രിറ്റിയുടെ അമ്മ, സെലിബ്രിറ്റിയുടെ അച്ഛൻ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമ്മളും പോവും അല്ലേ. സോ ആ ഒരു എക്സ്പീരിയൻസ് ആണ് വികാരിയസ് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വികാരിയസ് എക്സ്പീരിയൻസിന് മറ്റൊരു പോയിന്റ് പറയാനുള്ളത് വെൻ എ സ്റ്റുഡൻറ്റ് സീസ് അനദർ സ്റ്റുഡൻറ്റ് അക്കംപ്ലിഷ് എ ടാസ്ക്. ഏകദേശം ഒരേ ലെവലിലുള്ള ഇപ്പോൾ 10th പഠിക്കുന്ന 2 കുട്ടികൾ, ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. 2 കുട്ടികൾ, അതിൽ ഒരു കുട്ടിക്ക് നമ്മളൊരു ടാസ്ക് കൊടുത്തു, അവനത് അക്കംപ്ലിഷ് ചെയ്തു, ഓക്കെ.
അപ്പോൾ മറ്റൊരു കുട്ടിക്ക് അവിടെ സ്ട്രോങ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയാണ്, ഒരു സെൽഫ് എഫിക്കസി. അവനെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യും. ഓക്കെ, എൻ്റെ എബിലിറ്റീസ് എന്താണ്, എൻ്റെ കേപ്പബിലിറ്റി എന്തോരുണ്ട് എന്നുള്ളത്. എൻ്റെ അതേ സ്കെയിലുള്ള കുട്ടി അവൻ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ ഞാനും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇതും ഒരു വിക്കാരിയസ് എക്സ്പീരിയൻസിൻ്റെ മറ്റൊരു പോയിൻ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി സിമുലേറ്റഡ് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമിറ്റേഷൻ ഓഫ് റിയൽ ലൈഫ് പ്രോസസ്സ് എന്നാണ്. അതായത് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എ ലൈഫ് ലൈക്ക് എക്സ്പീരിയൻസസ് ഇൻ എ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ്. നമ്മളുടെ ഈ ഒരു എൻവയോൺമെൻറ്റിൽ റിയൽ ലൈഫ് പ്രോസസ്സ് ഒരു ഇമിറ്റേഷൻ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് സിമുലേറ്റഡ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മളുടെ ഈ യങ് ലേണേഴ്സിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ്. സോ ഐ ഹോപ്പ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ സിമുലേറ്റഡ് എക്സ്പീരിയൻസസ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് അവർക്ക് നേരിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസസ് ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So now let's move to the last question of today's series, deductive approach. ഡിഡക്റ്റീവ് അപ്രോച്ച് ഞാൻ റിസർച്ച് സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഡിഡക്റ്റീവ് അപ്രോച്ച്. ഈ ഒരു ഡിഡക്റ്റീവ് അപ്രോച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിഡക്റ്റീവ് അപ്രോച്ചിൻ്റെ അടുത്ത് തന്നെ എഴുതിയിട്ടുള്ളൂ DGP കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഡക്റ്റീവ് ജനറൽ ടു പെർട്ടിക്കുലർ. DGP എന്നുള്ള ഒരു സ്കെയില് അല്ലെങ്കിൽ ആ ഒരു റാങ്ക് നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഫുൾ ഫോം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പോലീസ് എന്നാണ് അവിടെ ഫുൾ ഫോം. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഡിഡക്റ്റീവ് ജനറൽ ടു പെർട്ടിക്കുലർ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എഴുതിയിട്ടുള്ളൂ IPG എന്ന് പറയുന്നത് ഈ ഡിഡക്റ്റീവ് അപ്രോച്ചിൻ്റെ തൊട്ട് അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ എന്ന് പറയാൻ പറ്റുന്ന ആളാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. അതിന് പറയുന്നതാണ് IPG. നമ്മൾ ആദ്യം DGP എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഡിഡക്റ്റീവ് ജനറൽ ടു പെർട്ടിക്കുലർ എന്നാണ്. IPG എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് പെർട്ടിക്കുലർ ടു ജനറൽ ആണ്. ഈ ഒരു കീവേഡ് വെച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു കുഞ്ഞ് നിമോണിക്ക കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ, ചിൽഡ്രൻ ആർ എനേബിൾഡ് ടു അറൈവ് അറ്റ് ജനറലൈസേഷൻ ത്രൂ ഒബ്സർവേഷൻ ഓഫ് പെർട്ടിക്കുലർ ഫാക്ട്സ്. അപ്പോൾ ആദ്യം എന്താണ് വന്നത്? ജനറലൈസേഷൻ ത്രൂ ഒബ്സർവേഷൻ ഓഫ് പെർട്ടിക്കുലർ ഫാക്ട്സ് എന്നാണ് ഫസ്റ്റ് പോയിന്റ് വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്കിവിടെ ഹിഡൻ ആയിട്ട് ഒരു പണി കിടപ്പുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. ചിൽഡ്രൻ ആർ എനേബിൾ ടു അറൈവ് അറ്റ് ജനറലൈസേഷൻ ത്രൂ കോൺക്രീറ്റ് എക്സാമ്പിൾസ്. അപ്പോൾ അവർ ജനറലൈസേഷനിലെത്തി, കോൺക്രീറ്റ് എക്സാമ്പിൾസ് ഉപയോഗിച്ച് അവർ ജനറലൈസേഷനിലെത്തി എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞത് പെർട്ടിക്കുലർ ഫാക്ട്സ് ഉപയോഗിച്ച് അവർ ജനറലൈസേഷനിലെത്തി എന്നാണ് ആദ്യത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ചിൽഡ്രൻ പ്രൊസീഡ്സ് ഫ്രം ജനറലൈസേഷൻ ടു പെർട്ടിക്കുലർ എക്സാമ്പിൾസ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജനറലൈസേഷനിൽ നിന്ന് അവർ പെർട്ടിക്കുലർ എക്സാമ്പിൾസിലേക്ക് എത്തി എന്നുള്ളത്. ഇനി ഓപ്ഷൻ ഡി, ചിൽഡ്രൻ ഡെവലപ്പ് ഫോർമുല. ഈ 4 ഓപ്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഓപ്ഷൻ എ, ബി, സി ആണ് ഒരേ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് ആൻഡ് ഓപ്ഷൻ ഡി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. സോ ആദ്യം തന്നെ അവനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഓപ്ഷൻ ഡി നമുക്ക് ഒഴിവായി കിട്ടി. ഇനിയുള്ളത് എന്താണ്? ഓപ്ഷൻ എ, ബി, സി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ഓപ്ഷൻ എയും ബിയും ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് ഓപ്ഷൻ എയും ബിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഹിഡൻ ആയിട്ട് ഒരു പണി കിടപ്പുണ്ട് എന്നുള്ളത്. കാരണം ഇവിടെ ഓപ്ഷൻ എ നോക്കാം. ചിൽഡ്രൻ ആർ എനേബിൾ ടു അറൈവ് അറ്റ് ജനറലൈസേഷൻ. ജനറലൈസേഷനിൽ എത്തണം എന്നുള്ളതാണ് ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഹാഫ്. അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ത്രൂ ഒബ്സർവേഷൻ ഓഫ് പെർട്ടിക്കുലർ ഫാക്ട്സ്. പെർട്ടിക്കുലർ ഫാക്ട്സിലൂടെ നമുക്ക് ജനറലൈസേഷനിൽ എത്തണം എന്നുള്ളതാണ് ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജനറലൈസേഷനിലേക്കാണ്. പക്ഷേ ഞാൻ പറഞ്ഞു തന്ന ആ കുട്ടി നിമോണിക് എന്താണ്? DGP എന്നുള്ളതാണ്. ഡിഡക്റ്റീവ് ജനറലിൽ നിന്ന് നമ്മൾ പെർട്ടിക്കുലറിലേക്കാണ് പോണത്, അല്ലാതെ പെർട്ടിക്കുലറിൽ നിന്ന് നമ്മൾ ജനറലിലേക്കല്ലല്ലോ പോണേ. അപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓപ്ഷൻ ബി പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടേക്കാം. കാരണം നമുക്ക് മനസ്സിലായി
ഓപ്ഷൻ എയോ സിയോ ആയിരിക്കും ഇതിൻ്റെ പെർട്ടിക്കുലർ ആൻസർ എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പണി എന്ന് പറഞ്ഞത് നിങ്ങളെപ്പോഴും ആ നിമോണിക് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, കൺഫ്യൂഷനായി പോവരുത്. DGP എന്ന് ഓർത്താൽ മതി. ആ പോലീസിൻ്റെ ആ ഒരു റാങ്കിൽ വരുന്ന ഒരു വ്യക്തിയാണ് DGP എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ അറിയാം, ഡിഡക്റ്റീവ് ജനറൽ ടു പെർട്ടിക്കുലർ. If you like this trick, then give a thumbs up that let me know how many of my students like this trick. ഓക്കെ, ഞാനിത് മുന്നേ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. പുതിയ സ്റ്റുഡൻസിനോടാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, so I hope these questions are all clear to you. So with this note, we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.